ലോകമെമ്പാടുമുള്ള ഗതാഗത മേഖല ഇന്ന് വലിയൊരു പരിവർത്തനത്തിന്റെ പാതയിലാണ്. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമുള്ള ഹരിത ഊർജ്ജ സ്രോതസ്സുകൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ലളിതവും സമൃദ്ധവുമായ മൂലകമായ ഹൈഡ്രജനിലാണ്. ഈയൊരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ റെയിൽവേ ചരിത്രപരമായ ഒരു സുപ്രധാന ചുവടുവയ്പ് നടപ്പിലാക്കിയിരിക്കുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം ഔദ്യോഗികമായി പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു. ഹരിതവും ഊർജ്ജക്ഷമതയുള്ളതുമായ നാളെയുടെ ഗതാഗത സംവിധാനങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ പ്രയാണത്തിൽ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെടേണ്ട ഒന്നാണ് ഈ തീരുമാനം. ഹരിയാനയിലെ ജിന്ദ് സോണിപത് റൂട്ടിൽ ഓടാൻ പോകുന്ന ഈ അത്യാധുനിക ട്രെയിൻ കേവലം ഒരു യാത്രാ സംവിധാനം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു പരിസ്ഥിതി സൗഹൃദ വിപ്ലവത്തിന്റെ വിളംബരം കൂടിയാണ്. ഇന്ത്യൻ റെയിൽവേ തങ്ങളുടെ ശൃംഖലകളുടെ ഭൂരിഭാഗവും ഇതിനോടകം തന്നെ വൈദ്യുതീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ട്രെയിനിനുള്ളിൽ തന്നെ സ്വന്തമായി പരിസ്ഥിതി മലിനീകരണമില്ലാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹൈഡ്രജൻ ട്രെയിനുകളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. ആദ്യഘട്ടത്തിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന്റെ ഓരോ ചലനവും ലോകം ഉറ്റുനോക്കുകയാണ്. കാരണം ഇത് കേവലം വിദേശ സാങ്കേതിക വിദ്യയുടെ അനുകരണമല്ല, മറിച്ച് ഇന്ത്യയുടെ തദ്ദേശീയമായ ആവശ്യങ്ങൾക്കും സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി വികസിപ്പിച്ചെടുത്ത ഒന്നാണ്. ഈ ചരിത്രപരമായ നേട്ടത്തിന്റെ വിവിധ വശങ്ങളും അതിന്റെ സാങ്കേതിക പശ്ചാത്തലവും സുരക്ഷാ ക്രമീകരണങ്ങളും വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ എന്നാണ്. ഹൈഡ്രജൻ ട്രെയിനുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. പരമ്പരാഗത ഡീസൽ എഞ്ചിനുകൾ ഇന്ധനം കത്തിച്ച് അതിൽ നിന്നുള്ള താപോർജ്ജം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. എങ്കിൽ ഇവിടെ ഇന്ധനം കത്തുന്ന പ്രക്രിയ ഉണ്ടാകുന്നില്ല. പകരം ഒരു കെമിക്കൽ റിയാക്ഷൻ അഥവാ രാസപ്രവർത്തനത്തിലൂടെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഫ്യൂവൽ സെല്ലിലേക്ക് ഉയർന്ന മർദ്ദത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹൈഡ്രജൻ വാതകവും അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജനും കടത്തിവിടുന്നു. ഇവ തമ്മിലുള്ള രാസപ്രവർത്തനത്തിന്റെ ഫലമായി വലിയ അളവിൽ വൈദ്യുതിയും അതോടൊപ്പം ഉപോൽപ്പന്നമായി വെള്ളവും ചൂടും ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ഉപയോഗിച്ചാണ് ട്രെയിനിലെ പ്രൊപ്പൻഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഈ പ്രക്രിയയുടെ ഏറ്റവും വലിയ സവിശേഷത എന്നത് ഇതിൽ നിന്ന് കരിപ്പുകയോ കാർബൺ ഡയോക്സൈഡോ മറ്റ് ഹാനികരമായ വാതകങ്ങളോ പുറന്തള്ളപ്പെടുന്നില്ല എന്നതാണ്. പുകക്കുഴലിലൂടെ പുറത്തേക്ക് വരുന്നത് വെറും ശുദ്ധമായ ജലബാഷ്പം അഥവാ വെള്ളത്തിന്റെ നീരാവി മാത്രമായിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെ സമ്പൂർണ്ണ പരിസ്ഥിതി സൗഹൃദ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹരിയാനയിലെ ജിന്ദ് സോണിപത് റൂട്ടിൽ ഓടാൻ പോകുന്ന പുതിയ ട്രെയിനിൽ 1200 കിലോവാട്ട് ശേഷിയുള്ള ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ട്രെയിനിലെ 10 കോച്ചുകളെയും മണിക്കൂറിൽ പരമാവധി 75 കിലോമീറ്റർ വേഗതയിൽ മുന്നോട്ട് നയിക്കാൻ ശേഷിയുള്ളതാണ്. ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിനായി ഹരിയാനയിലെ ജിന്ദ് സോണിപത് റൂട്ട് തെരഞ്ഞെടുത്തതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണങ്ങളുണ്ട്. പൈലറ്റ് അടിസ്ഥാനത്തിലുള്ള സർവീസുകൾ നടത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതിയും റെയിൽവേ ശൃംഖലയുമാണ് ഈ മേഖലയിലുള്ളത്. 10 കോച്ചുകളുള്ള വലിയൊരു ട്രെയിൻ സെറ്റാണ് ഇവിടെ പരീക്ഷണ ഓട്ടത്തിന് തയ്യാറായിരിക്കുന്നത്. സാധാരണയായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തരം പുതിയ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുമ്പോൾ കുറഞ്ഞ കോച്ചുകളുള്ള ട്രെയിനുകളാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ 10 കോച്ചുകളുള്ള വലിയൊരു സംവിധാനത്തിന് അനുമതി നൽകിയതിലൂടെ ഇന്ത്യൻ റെയിൽവേ തങ്ങളുടെ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ഈ റൂട്ടിലെ സർവീസുകൾ സുഗമമാക്കുന്നതിനായി ഹരിത ഇന്ധനം സംഭരിക്കുന്നതിനും ട്രെയിനുകളിലേക്ക് റിഫ്യൂവൽ ചെയ്യുന്നതിനുമുള്ള പ്രത്യേക കേന്ദ്രം ഹരിയാനയിലെ ജിന്ദിൽ തദ്ദേശീയമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ട്രെയിനിലേക്ക് അതിവേഗത്തിലും സുരക്ഷിതമായും ഹൈഡ്രജൻ ഇന്ധനം നിറയ്ക്കാൻ ഈ കേന്ദ്രങ്ങളിലൂടെ സാധിക്കും. ആദ്യഘട്ട സർവീസുകളിൽ ട്രെയിനിന്റെ യാത്രയും അതിന്റെ യാന്ത്രികമായ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക പരിശീലനം ലഭിച്ച സാങ്കേതിക വിദഗ്ധരും ജീവനക്കാരും ട്രെയിനിൽ യാത്ര ചെയ്യും. എഞ്ചിനീയറിംഗ് രംഗത്തെ പുതിയ മാറ്റങ്ങൾ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഉണ്ടാകാനിടയുള്ള ചെറിയ തടസ്സങ്ങൾ പോലും തത്സമയം പരിഹരിക്കാൻ ഇത് സഹായിക്കും. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് അതിൻ്റെ സുരക്ഷ. കാരണം ഹൈഡ്രജൻ വളരെ വേഗത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ളതും വായുവിനേക്കാൾ ഭാരം കുറഞ്ഞതുമായ ഒരു വാതകമാണ്. ചെറിയൊരു ചോർച്ച പോലും വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാം. എന്നാൽ ഈ ആശങ്കകളെല്ലാം പരിഹരിച്ചുകൊണ്ട് അതീവ സുരക്ഷാ മാനദണ്ഡങ്ങളാണ് ഇന്ത്യൻ റെയിൽവേ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന സുരക്ഷാ അതോറിറ്റിയായ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് ഇതിനാവശ്യമായ അനുമതി ലഭ്യമാക്കിയിട്ടുള്ളത്. പ്രാരംഭഘട്ടമായതിനാൽ അതീവ ജാഗ്രതയോടെയുള്ള സുരക്ഷാ പ്രോട്ടോക്കോളുകളാണ് നടപ്പിലാക്കുന്നത്. ഹരിയാനയിലെ ഹൈഡ്രജൻ റീഫ്യൂവലിംഗ് സംവിധാനവും സംഭരണ കേന്ദ്രങ്ങളും 24 മണിക്കൂറും അത്യാധുനിക ക്യാമറകളും കൺട്രോൾ റൂമും വഴി നിരീക്ഷിക്കും. ഈ മേഖലയിലെ നിർണായക പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക പരിശീലനം സിദ്ധിച്ച സർട്ടിഫൈഡ് ജീവനക്കാരെ മാത്രമേ നിയോഗിക്കൂ.
ഇതിനെല്ലാം പുറമെ ചെറിയ രീതിയിലുള്ള ഹൈഡ്രജൻ ചോർച്ചയോ തീപിടുത്തത്തിന്റെ ലക്ഷണങ്ങളോ ഉണ്ടായാൽ പോലും നിമിഷങ്ങൾക്കകം തിരിച്ചറിയാൻ ശേഷിയുള്ള അത്യാധുനിക സെൻസറുകൾ നിർമ്മാണ സംഭരണ കേന്ദ്രങ്ങളിലും ട്രെയിനിലും സ്ഥാപിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ സംഭരണികളിലും പൈപ്പുകളിലും പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയാൻ കൃത്യമായ ഇടവേളകളിൽ ശുചീകരണവും കർശനമായ പരിശോധനയും ഉറപ്പാക്കിയിട്ടുണ്ട്. ഇത്തരം മുൻകരുതലുകൾ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ പൂർണ്ണമായും ഉറപ്പു നൽകുന്നു. ഈ പുതിയ ചുവടുവെപ്പോടെ ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ഇന്ത്യയും നടന്നു കയറുന്നത്. റെയിൽവേ ഗതാഗതത്തിൽ ഹൈഡ്രജൻ ഊർജ്ജം വിജയകരമായി പരീക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ജർമ്മനി, ജപ്പാൻ, ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങിയ വൻ ശക്തികൾക്കൊപ്പമാണ് ഇപ്പോൾ ഇന്ത്യയും ഇടം പിടിച്ചിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ സാങ്കേതിക വിദ്യയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയെപ്പോലെ ഇത്രയും വലിയൊരു റെയിൽവേ ശൃംഖലയുള്ള ഒരു വികസ്വര രാജ്യത്തിന് ഇത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ ആ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേ തങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഏതാണ്ട് 100% വൈദ്യുതീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് കാർബൺ പുറന്തള്ളൽ വലിയ തോതിൽ കുറയ്ക്കാൻ സഹായിച്ചിട്ടുമുണ്ട്. എങ്കിലും ഭാവിയിലെ ഊർജ്ജ പ്രതിസന്ധികൾ മറികടക്കാനും പൂർണ്ണമായും കാർബൺ രഹിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും ഇത്തരം ബദൽ മാർഗങ്ങൾ അത്യാവശ്യമാണ്. ഗ്രിഡ് പവറിനെ മാത്രം ആശ്രയിക്കാതെ ട്രെയിനുകൾ സ്വന്തമായി ഹരിത ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഈ രീതി ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നവീകരണ പരീക്ഷണങ്ങളിലൊന്നാണ്. ഹൈഡ്രജൻ ഇന്ധന വിപ്ലവം കേവലം റെയിൽവേയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. രാജ്യത്തെ മൊത്തം പൊതുഗതാഗത സംവിധാനങ്ങളെയും ഹരിതവൽക്കരിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണിത്. ഇതിന് മികച്ചൊരു ഉദാഹരണമാണ് ഈ മാസം ആദ്യം രാജ്യതലസ്ഥാനത്ത് ആരംഭിച്ച ഹൈഡ്രജൻ ബസ് സർവീസ്. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സെൻട്രൽ വിസ്ത ഏരിയയിൽ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ഷട്ടിൽ ബസ് സർവീസ് തുടക്കം കുറിച്ചിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ ഈ മാറ്റം പൊതുജനങ്ങൾക്ക് പുതിയൊരു യാത്രാ അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് കൈമാറിയ 35 പേർക്ക് യാത്ര ചെയ്യാവുന്ന 2 അത്യാധുനിക ബസ്സുകളാണ് ഡൽഹിയിൽ സർവീസ് നടത്തുന്നത്. ഈ ബസ്സുകളിലും ഉയർന്ന സുരക്ഷയ്ക്കായി GPS അധിഷ്ഠിത ട്രാക്കിംഗ് സംവിധാനങ്ങളും തത്സമയ നിരീക്ഷണത്തിനായുള്ള CCTV ക്യാമറകളും സജ്ജീകരിച്ചിട്ടുണ്ട്. റോഡ് ഗതാഗതത്തിലും റെയിൽവേ ഗതാഗതത്തിലും ഒരേപോലെ ഹൈഡ്രജൻ സാങ്കേതികവിദ്യ പരീക്ഷിക്കുന്നതിലൂടെ ശുദ്ധമായ ഇന്ധനങ്ങളുടെ ഉൽപ്പാദനത്തിലും വിതരണത്തിലും വലിയൊരു ഇക്കോ സിസ്റ്റം രാജ്യത്ത് രൂപപ്പെട്ടു വരികയാണ്. ഇത് ഭാവിയിൽ ഹൈഡ്രജൻ ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനും കൂടുതൽ സർവീസുകൾ രാജ്യത്തുടനീളം ആരംഭിക്കാനും വഴിയൊരുക്കും. ഇന്ത്യയെപ്പോലെയുള്ള ഒരു ജനസംഖ്യാ അവബോധമുള്ള രാജ്യത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുമ്പോൾ പലപ്പോഴും വലിയ തോതിലുള്ള സംശയങ്ങളും വിമർശനങ്ങളും ഉയർന്നു വരാറുണ്ട്. ഭൂതകാലത്ത് മെട്രോ റെയിലുകൾ വന്നപ്പോഴും വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രഖ്യാപിച്ചപ്പോഴും റെയിൽവേ പൂർണ്ണമായി വൈദ്യുതീകരിക്കുമെന്ന് പറഞ്ഞപ്പോഴുമെല്ലാം വലിയ രീതിയിലുള്ള നിഷേധാത്മക പ്രതികരണങ്ങൾ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അസാധ്യമെന്നും ഇതൊന്നും ഇവിടെ നടക്കില്ലെന്നും വെറും തള്ളു മാത്രമെന്നും പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ നടപ്പിലാക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോള വേദിയിൽ ഇന്ത്യയുടെ സാങ്കേതിക മുന്നേറ്റത്തിന്റെ ശക്തി വിളിച്ചോതുന്നതാണ് ഈ വിജയം. തദ്ദേശീയമായ കഠിനാധ്വാനവും കൃത്യമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ ഏതൊരു അത്യാധുനിക സാങ്കേതിക വിദ്യയും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഈ ഹൈഡ്രജൻ ട്രെയിൻ തെളിയിക്കുന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ റൂട്ടുകളിലേക്ക് ഈ സർവീസ് വ്യാപിപ്പിക്കുന്നതോടെ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സമ്പൂർണ്ണ ഹരിത റെയിൽ ശൃംഖലയായി മാറാൻ ഇന്ത്യൻ റെയിൽവേക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.